സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ പോകുന്നവരൊക്കെ പെടാൻ പോകണം ഗൈസ്. ലോക വിപണിയില് ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വില നിലവാരം അനുസരിച്ച് ഇന്ത്യയിൽ 1 ലിറ്റർ ക്രൂഡ് ഓയിലിന് 42 രൂപയാണ്. അതായത് വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും നമ്മൾ 114 രൂപ 60 പൈസയും 80 പൈസക്കാണ് നമ്മൾ ഇപ്പോഴും പെട്രോളും ഡീസലും അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും എന്താണ് ഇത് ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ആരോട് ചോദിക്കാനല്ലേ? നമുക്ക് ചോദിക്കാനുള്ള ടൈമില്ല എന്നുള്ളതാണ് സത്യം. അതിനുള്ള കാരണം പെട്രോളും ഡീസലിനും സമാനമായിട്ട് എത്തനോൾ എന്ന് പറഞ്ഞ ഒരു ഇന്ധനം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പെട്രോളിൽ വിജയകരമായി മിക്സ് ചെയ്ത് പരീക്ഷിച്ച് കഴിഞ്ഞു. നമ്മൾ ഇപ്പോഴും നമ്മുടെ പുതിയ ഇറങ്ങുന്ന വാഹനങ്ങളിൽ E20 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതായത് എത്തനോൾ 20% ഈ പെട്രോളിലും ഡീസലിലും മിക്സ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പൊരുൾ. ഇവര് ഇതിനെ 80% ആക്കും, ഇതിനുശേഷം 100% ആക്കും. ആക്കുന്നവരെയും പെട്രോളിലും ഡീസലിനും വില കുറയാൻ പോകുന്നില്ല. കാരണം പെട്രോൾ ഡീസലിന് വില കുറഞ്ഞാൽ സമാനമായിട്ടുള്ള ഈ ഇന്ധനം മേടിക്കാൻ ആളുണ്ടാവില്ല. കാരണം പഴയ വാഹനങ്ങൾക്ക് ഇത് ഒഴിച്ച് ഓടിക്കാൻ പറ്റില്ല. ഓടുമെങ്കിലും കുറെ കഴിയുമ്പോൾ ലോകത്തില്ലാത്ത കംപ്ലൈന്റ് എല്ലാം ആ വാഹനങ്ങൾക്ക് വരും. കാരണം അത് എത്തനോൾ സപ്പോർട്ട് അല്ലാത്ത വാഹനങ്ങളാണ്. 2017 മുമ്പുള്ള വാഹനങ്ങൾക്കൊന്നും എത്തനോൾ സപ്പോർട്ട് ചെയ്യില്ല എന്റെ അറിവിൽ. ഇനി തെറ്റാണെങ്കിൽ തിരുത്താം. ഈ ഇന്ധനം 100% ഇവര് പമ്പിൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ പെട്രോള് പതുക്കെ സ്റ്റോപ്പ് ആവും. അല്ലെങ്കിൽ ഈ 114 രൂപ എന്നുള്ളത് ചിലപ്പോൾ 200 രൂപയാക്കും 1 ലിറ്റർ പെട്രോളിന്. നിർബന്ധപൂർവമായിട്ട് എത്തനോൾ വേടിപ്പിക്കാനുള്ള പിറകിൽ പ്രവർത്തിക്കുന്ന കുറെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവരെ കുതന്ത്രമാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയാതെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്.